ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബ്രിഞ്ചിത്ത്. തലയോട്ടിയിലെ ഒരു സാധാരണ അവസ്ഥയാണ് താരൻ. എന്നാൽ പലർക്കും താരൻ നൽകുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. ചർമ്മത്തിൻ്റെ വരൾച്ച, എണ്ണമയമുള്ള തലയോട്ടി, എക്സിമ, ഫംഗസ് ബാധ, ചില മുടി ഉൽപ്പന്നങ്ങളുടെ പാർശ്വഫലങ്ങൾ എന്നിവ താരന് കാരണമാകുന്നു. താരൻ ചികിത്സിക്കാൻ ഇപ്പോൾ ശാസ്ത്രീയമായി പല ചികിത്സകളും ലഭ്യമാണ്. എന്നാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചില കൂട്ടുകൾ ഒരുക്കി തലയിൽ ഉപയോഗിച്ച് താരനെ അകറ്റാവുന്നതാണ്. അത്തരത്തിൽ താരന് ഉത്തമ പ്രതിവിധിയാണ് ഉലുവ. താരൻ ചികിത്സിക്കുന്നതിന് വീട്ടിലുണ്ടാക്കാവുന്ന നിരവധി പ്രകൃതിദത്ത പരിഹാരങ്ങളിൽ ഏറ്റവും മികച്ച് നിൽക്കുന്ന ഒന്നാണ് ഉലുവ. താരൻ, ചൊറിച്ചിൽ, കേടായതും മങ്ങിയതുമായ മുടി തുടങ്ങിയ മുടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉലുവ ഉപയോഗിക്കുന്നു. തലയോട്ടിയിലെ ഈസ്റ്റ് അല്ലെങ്കിൽ ഫംഗസ് അണുബാധ മൂലമുണ്ടാക്കുന്ന താരൻ പ്രതിരോധിക്കാൻ ഉലുവയുടെ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ വളരെ ഫലപ്രദമാണ്. ഉലുവ ഈ ഫംഗസ് അണുബാധയിൽ നിന്ന് മുക്തി നൽകാനും മുടിയുടെ ആരോഗ്യകരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. താരൻ ചികിത്സിക്കുന്നതിനും മുടി കൊഴിച്ചിൽ തടയുന്നതിനും മുടി പൊട്ടൽ, തലയോട്ടിയിലെ മറ്റ് പ്രശ്നങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനും ഉലുവ വളരെയധികം ഗുണം ചെയ്യും. മുടിയിൽ പതിവായി ഉലുവ മാസ്കുകൾ ഉപയോഗിക്കുന്നത് അകാല നരയും തടയുന്നു. മുടി കട്ടിയുള്ളതും തിളക്കമുള്ളതുമാക്കുന്നു. നിങ്ങളുടെ തലയിലെ താരൻ ചികിത്സിക്കാൻ ഉലുവ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചില ഹെയർ മാസ്കുകൾ എന്തെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഉലുവ നാരങ്ങ ഹെയർ മാസ്ക്. 3-4 ടീസ്പൂൺ ഉലുവ വെള്ളത്തിൽ മുക്കി വയ്ക്കുക. മുടിയുടെ അളവും നീളവും അനുസരിച്ച് ഉലുവ എടുക്കുക. അടുത്ത ദിവസം രാവിലെ ഉലുവ പൊടിച്ച് ഒരു പാത്രത്തിൽ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കുക. ഈ പേസ്റ്റ് തലയോട്ടിയിലും മുടിയിലും പുരട്ടി 30 മിനിറ്റ് ഉണക്കുക. ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. അതുപോലെ തന്നെ ഉലുവ നെല്ലിക്ക ഹെയർ മാസ്ക്. ഇതിനായി 2 ടീസ്പൂൺ ഉലുവപ്പൊടി, 2 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി, 4 അല്ലെങ്കിൽ 5 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് എന്നിവ പാത്രത്തിൽ കലർത്തുക. എല്ലാ ചേരുവകളും നന്നായി കലർത്തി മിനുസമാർന്ന പേസ്റ്റ് രൂപത്തിലാക്കുക. ഈ പേസ്റ്റ് മുടി മുഴുവൻ പുരട്ടി 20 മിനിറ്റ് ഉണക്കുക. ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. അതുപോലെ ഉലുവ തുളസി ഇല മാസ്ക്. താരൻ്റെ പ്രധാന ലക്ഷണമാണ് തലചൊറിച്ചിൽ. തുളസി ഇലകൾ, എള്ളെണ്ണ, ഉലുവ എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഹെയർ മാസ്ക് ഇതിന് പരിഹാരം കാണുന്നു. ഈ മാസ്ക് തയ്യാറാക്കാൻ എള്ളെണ്ണ അല്പം തുളസി ഇലകൾ ചേർത്ത് കുറഞ്ഞ തീയിൽ ചൂടാക്കുക. ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കുക. ഉലുവ പൊട്ടിയ ഉടൻ എണ്ണ തീയിൽ നിന്ന് നീക്കി വയ്ക്കുക. ഇത് പിന്നീട് തണുപ്പിച്ച് അരിച്ചെടുത്ത് തലയോട്ടിയിൽ പുരട്ടി 15 മിനിറ്റിന് ശേഷം മുടി തണുത്ത വെള്ളത്തിൽ കഴുകുക. അതുപോലെ കറ്റാർ വാഴയും ഉലുവയും. താരൻ പല കാരണങ്ങളാൽ സംഭവിക്കാം. വേനൽക്കാലത്ത് വിയർപ്പ് രൂപത്തിൽ പൊടിയും എണ്ണയും അടിഞ്ഞുകൂടുന്നത് ഒരു കാരണമാണ്. കറ്റാർ വാഴയുടെ സഹായത്തോടെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാം. മറുവശത്ത് ഉലുവ താരൻ ചികിത്സയ്ക്കായി പ്രവർത്തിക്കുന്നു. ഉലുവ വെള്ളത്തിൽ മുക്കി വെച്ച് പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇനി കറ്റാർവാഴ ജെൽ ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇത് തലയോട്ടിയിൽ പുരട്ടി അല്പനേരം കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. അതുപോലെ തക്കാളി ഉലുവ മാസ്ക്. താരൻ ചികിത്സിക്കാൻ മറ്റൊരു മികച്ച കൂട്ടാണ് തക്കാളിയുമായി ഉലുവ കലർത്തുന്നത്. ഒരു തക്കാളിയുടെ പൾപ്പ് എടുത്ത് അതിൽ നിന്ന് ജ്യൂസ് വേർതിരിച്ചെടുക്കണം. ഉലുവ ഒരു പേസ്റ്റ് രൂപത്തിലുമാക്കുക. ഇവ രണ്ടും കലർത്തി തലയോട്ടിയിൽ പുരട്ടുക. തലയോട്ടിയിലെ എല്ലാ ഭാഗങ്ങളിലും മുടിവേരുകളിലും ഇത് പ്രയോഗിക്കണം. എന്നാൽ മുടിയിൽ പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് താരനിൽ നിന്ന് മികച്ച ആശ്വാസം നൽകുന്നു. അതുപോലെ ഉലുവ തൈര് ഹെയർ പാക്ക്. മുടിക്ക് ഉലുവ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇത്. ഉലുവ രാത്രി മുഴുവൻ വെള്ളത്തിൽ മുക്കി വയ്ക്കുക. തുടർന്ന് രാവിലെ ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് പൊടിച്ചെടുക്കുക. ഈ പേസ്റ്റിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വിനാഗിരി, അതുമല്ലെങ്കിൽ തൈര് എന്നിവ ചേർത്ത് മുടിക്ക് ഫലപ്രദമായ മാസ്ക് ഉണ്ടാക്കാം. ഇതുപോലുള്ള ഉപകാരപ്രദമായ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.